ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദി വീഡിയോ. ഇന്നേ ദിവസം നമ്മളൊരു 4 മണി ചായൻ്റെയോടൊപ്പം അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മളിന്ന് റെഡിയാക്കുന്നത് റെസിപ്പി ഉണ്ണിയപ്പമാണ് കേട്ടോ. 2 കപ്പ് പച്ചരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം രാത്രി. അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് പച്ചരിയിലേക്ക് ഞാൻ 1/4 കപ്പ് മുഴുവനായിട്ട് ആട്ടപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗോതമ്പ് പൊടി ഇല്ലേ, അതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ ചേർക്കലില്ല കേട്ടോ. രാവിലെ തന്നെ ഈ ഒരു മാവ് റെഡിയാക്കി വെച്ചാൽ ഈവനിങ് ടൈം ആകുമ്പോൾ ഇതിന് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചെറുപഴമോ അല്ലെങ്കിൽ നീന്ത്രപ്പഴം ചേർത്തിട്ടില്ല കേട്ടോ. ഇതുവരെയും റോബസ്റ്റ പഴമാണ് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിലുള്ളത്. ആ പഴം വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പഴം മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്രയും മതി. ഇനി ഇത് നമുക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ശർക്കരപ്പാനി ഞാൻ കുറച്ചൊരു ലൂസാക്കിയിട്ട് തന്നെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി കേട്ടോ. അതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൗഡറും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, മറന്നു പോയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടൊന്നുമില്ല, കുറച്ചൊരു തരിതരിപ്പുണ്ട് ചെറുതായിട്ട് കേട്ടോ. എന്നാൽ അധികം ചെല്ലേനും. ഇനി നമുക്കിത് അടച്ചേക്കാം. ഇതിപ്പോൾ ഞാൻ രാവിലെ നമ്മളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കൊരു നമ്മളെ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഉണ്ടാക്കൂലേ, അതിൻ്റെ കൂടെ നമുക്ക് റെഡിയാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ പീസസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കുവിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ 4 മണിക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാൻ എഴുതിയിട്ടുണ്ടോ. അധികം എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു തേങ്ങ പീസസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നൈസാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടത്. പിന്നെ ഇതിലേക്ക് ഇതൊരു ഗോൾഡൻ കളറായപ്പോൾ ഞാൻ ഇതിലേക്ക് വൈറ്റ് കളറുള്ള എള്ളും ബ്ലാക്ക് കളറുള്ള എള്ളും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫാക്കാതെ നമ്മൾ ഈ 2 ഐറ്റംസ് ഇട്ട് കൊടുത്താൽ ഇത് ബ്ലാക്ക് കളറായി മാറും ഒന്നിച്ച്. അപ്പോൾ പിന്നെ ഇത് രണ്ടും വേർതിരിച്ചേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതും ആ മാവിലേക്ക് മിക്സ് ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കാരണം മധുരം നന്നായിട്ട് തന്നെ കുറവായിട്ടാണ് ഞാൻ ഈ ഒരു ശർക്കരപ്പാനി റെഡിയാക്കിയിട്ടുള്ളത്. കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ. നമുക്ക് മധുരം അത്ര വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. മധുരം നന്നായിട്ട് ചേർക്കുന്നവർക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നാൽ തന്നെ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഈ കുഴിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പം ചെറിയ കുഴിയിലെ
ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം എണ്ണ മതി, എന്നാൽ നന്നായിട്ട് മൊരിഞ്ഞ് അടിപൊളിയായി കിട്ടും ചെയ്യും. അപ്പോൾ ഞാനൊരു ചെറിയൊരു തുള്ളി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവ് മുകളിലേക്ക് പൊന്തി വന്നപ്പോൾ ഈ ഒരു എണ്ണ പാകമായിട്ടുണ്ട് കേട്ടോ, ചൂടായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടിട്ടല്ല കേട്ടോ, പൊരിച്ചെടുത്തേക്കാണ്. അപ്പോൾ എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല കേട്ടോ, എണ്ണയൊന്നുമില്ല. ഒരു ഫൈൻ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. കണ്ടോ, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉണ്ണിയപ്പത്തിന് ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഇതൊരു ഡക്കിൻ്റെ മാതിരിയില്ലേ, താറാവിൻ്റെ. പിന്നെ ഇത് ഒരു കോഴിക്കുട്ടിൻ്റെ മാതിരി തോന്നുന്നുണ്ട്. ഇത് പിന്നെ ഒരു തൊപ്പിയിട്ടില്ലേ, തൊപ്പിൻ്റെ മാതിരി കേട്ടോ. ഇതാണെങ്കിൽ പിന്നെ ഒരു ആമ പുറത്തേക്ക് ഇങ്ങനെ വലിഞ്ഞ് നോക്കും പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. മധുരമൊക്കെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും അങ്ങനെ ഏതൊക്കെയോ പോലെ തോന്നില്ലേ, എന്തോ ഒരു കുഞ്ഞിക്കിളി നമ്മളെ നോക്കും പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുക. ഉണ്ണിയപ്പം ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.